അങ്ങനെ മുംബൈയിലേക്ക് തിരിച്ചു പോകാൻ നമ്മുടെ ബാങ്കോക്കിലെ സുവർണ്ണഭൂമി എയർപോർട്ടിലെ മിറാക്കിൾ ലോഞ്ചിൽ നമ്മൾ വന്നിരിക്കുകയാണ്. എയർപോർട്ടിൽ നേരത്തെ എത്തും നമ്മളെപ്പോഴും, കാരണം ലോഞ്ച് കയറാൻ വേണ്ടി മാത്രം നമ്മൾ എയർപോർട്ടിൽ നേരത്തെ എത്തുന്നതാണ്. നല്ല രസമല്ലേ ലോഞ്ചിൽ ഫുഡ് കഴിക്കാൻ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതും ആ നോമ്പ് കാലം കൂടെ ആയ കാരണം കുറേ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൽക്കഹോൾസും സാധാ ഡ്രിങ്ക്സും ജ്യൂസും മെയിൻ കോഴ്സും ഡെസേർട്ട്സും. ഞാൻ എപ്പോഴും ലോഞ്ചിൽ നിന്നല്ല, എവിടെ ഇങ്ങനത്തെ ബുഫേ ഐറ്റംസിൽ പോയാലും മെയിൻ കോഴ്സ് ഒന്നും അധികം കഴിക്കാറില്ല. എപ്പോഴും ഐസ്ക്രീം, ഡെസേർട്ട്, സ്വീറ്റ്സ്, ജ്യൂസ് ഇതാണ് കഴിക്കുക. കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് എത്ര കഴിച്ചാലും എനിക്ക് മതിയാവില്ല. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മളിതാ നമ്മുടെ സ്ഥലത്തേക്ക് പോകണം. പോകുന്നു നമ്മുടെ ഒരു സുന്ദരി. ഇവിടെ ഫുൾ ക്ലീൻ ചെയ്യുന്നതൊക്കെ ഇങ്ങനത്തെ റോബോട്ടുകളാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് സിംഗപ്പൂർ എയർപോർട്ടിലൊക്കെ പോലെ തന്നെ നമുക്ക് ഈ ഒരു ഇതിന്ന് നമ്മുടെ ഗേറ്റിലേക്ക് എത്താൻ ഇൻ്റർനാഷണൽ ഇതിൽ നമുക്കൊരു ട്രെയിൻ ഷട്ടിൽ സർവീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുവഴി പോയിട്ടാണ് നമുക്ക് നമ്മുടെ ഒരു ഗേറ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. നമ്മൾ വിചാരിച്ചതിനേക്കാളും ഒരു 2 മണിക്കൂർ ലേറ്റായിട്ടാണ് നമ്മുടെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. 8:30 എന്ന് പറഞ്ഞിട്ട് 10-10:30 അങ്ങനെ. അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് മുംബൈയിലെത്തിയപ്പോഴേക്കും രാത്രി ഏകദേശം ഒരു 1:30-2 മണി നേരത്താണ് കേട്ടോ നമ്മൾ മുംബൈയിലെത്തിയത്. അപ്പോൾ തൽക്കാലം ബാങ്കോക്കിന്